മെമ്മറീസ് മേക്സ് എവറിത്തിങ്. ആ വേർഡിന് എന്ത് മീനിങ് ആണല്ലേ. അതുപോലുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു അർഷിൻ്റെ മാരേജും എൻ്റെ പ്രഗ്നൻസി ജേണിയും. ഞാൻ 9 month പ്രഗ്നൻ്റ് ആയ ടൈമിലായിരുന്നു അർഷിൻ്റെ മാരേജ്. സോ അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഹെൽത്തി ബേബിയെയും കിട്ടണം, അതേപോലെ തന്നെ ഇവളുടെ മാരേജും കൂടെ കൂടണം. അപ്പോൾ ഈ രണ്ട് ഫുള്ളി ഒരു എക്സൈറ്റ്മെൻറ്റ് ഡേയ്സ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. മൊത്തത്തിലൊരു ഹാപ്പിനെസ്സുമാണ്. അതുപോലെ തന്നെ എല്ലാ ഫാമിലീസായിട്ട് ഒരുമിച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റി, എല്ലാവരും കാണാൻ പറ്റി. അതൊക്കെ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. മാരേജ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഓരോരോ വഴിക്കാവും. സോ അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് കൂടാനും നമ്മുടെ കുറേ പഴയ മെമ്മറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ചിരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഞാൻ യൂസ് ചെയ്തു. ഈ ടൈമിലാണെങ്കിലും എനിക്ക് ഒരുപാട് അങ്ങനെ അങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ മാക്സിമം എൻജോയ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ മാരേജിൻ്റെ ടൈമിലായിരുന്നു എനിക്ക് ഡെലിവറി ഡേറ്റ് ആവുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ടൈമിലാണോ അതിനി അതിൻ്റെ ബാക്കിൽ പോവോ അതോ ഇനി ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എനിക്ക് മാരേജ് കൂടാൻ പറ്റി. ആ ദിവസം അല്ലാതായിപ്പോയി. അതുകൊണ്ട് എല്ലാവരും ദുആ ഉണ്ടായിരുന്നു. എല്ലാവരും പറയായിരുന്നു നിനക്ക് കൂടാൻ പറ്റുമെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ആഗ്രഹിച്ചായിരുന്നു എനിക്ക് കൂടാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ നടന്നു. പിന്നെ ആ മൂലയ്ക്ക് പോയി എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കും. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റി. പിറ്റേ ദിവസം റിസപ്ഷൻ ആയിരുന്നു. അപ്പം നൈറ്റിൽ നന്നായിട്ട് ഡാൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഒരു സ്റ്റേജിൽ അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തന്നെ റിയലൈസേഷൻ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ പിറ്റേന്ന് രാവിലെ തന്നെ എനിക്ക് ചെറിയൊരു പെയിൻ വന്നായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഏത് ടൈമിലും പെയിൻ വരാം, എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേഗം തന്നെ ഹോസ്പിറ്റൽ ബാഗൊക്കെ ഉമ്മി റെഡിയാക്കി എനിക്ക് തന്നു. ഈ ഒരു കൊട്ട മാത്രം എടുത്തില്ല, ബാക്കി എല്ലാം എടുത്തു. പിന്നെ പിറ്റേന്ന് 5:30 AM ആയപ്പോൾ പെയിൻ നന്നായിട്ട് വന്നു, എക്സ്ട്രീമായിട്ട്. 2:30 PM ആയപ്പോൾ എനിക്ക് എൻ്റെ മോള് എൻ്റെ കയ്യിലോട്ട് വന്നു. സ്വന്തമായിട്ടൊരു മോള് വരിക എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഹാപ്പിനെസ് അല്ലേ. ഇറ്റ്സ് എ ബേബി ഗേൾ നൈഹ സാരിൻ. അവളെ വന്ന് കയ്യിലോട്ട് വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ് ത്രൂ ദീസ് വേർഡ്സ്. കാരണം അത്രയും സന്തോഷമാണ് എനിക്ക് ഈ മൂവ്മെൻറ്റ്സ് കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ഉമ്മ എല്ലാവരും വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാം, ഇക്ക ഇല്ലായിരുന്നു ആ ടൈമിൽ. കാരണം ഇക്കാക്ക് ഡെലിവറി ടൈമിൽ വരാൻ പറ്റിയില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഇങ്ങോട്ട് ഒമാനിൽ തിരിച്ചിങ്ങോട്ട് വന്നതാണ്. ബേബി ആയിട്ട് ഒരുമിച്ച് പോകാമെന്ന പ്ലാനിലായിരുന്നു. പക്ഷേ ഇക്കാക്ക് ഡെലിവറി ടൈമിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ കൂടെ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാന്ന് വെച്ചാൽ ബേബി വന്നല്ലോ, അത് വേറെ കാര്യം. പിന്നെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനത്തെ പ്ലാറ്റ്ഫോം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ എന്താണ് എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റും. വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കാൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു സങ്കടമൊക്കെ അങ്ങനെ ഫുൾഫിൽ ചെയ്തു. ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ ആ ഒരു സങ്കടം അങ്ങ് മറിച്ച് അത് തന്നെ. പിന്നെ 3 days ഞാൻ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് 3 days കിടന്നാൽ മതിയല്ലോ. ഡിസ്ചാർജ് ആയി കുഞ്ഞിനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു എല്ലാ മദേഴ്സിനും മനസ്സിലാവും. ആ ഒരു ഫീലിംഗ് അല്ലേ, സ്വന്തമായിട്ട് നമുക്കൊരു കുട്ടിയെ കിട്ടി. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് പോയി, തിരിച്ചു വന്നപ്പോൾ നമ്മളൊരു കുട്ടിയായിട്ട് ഞാൻ ജോക്കായിട്ട് പറഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉമ്മി കുറേ വൈറ്റ് ഫ്രോക്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ അതുകൊണ്ട് അതെല്ലാം ഓരോന്നോരോന്ന് ഇടുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി. എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്ത് എനിക്ക് കുഞ്ഞു ഉടുപ്പുകളുണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്ത്. കാരണം ഫോണിൽ എപ്പോഴും ഇങ്ങനെ ഇവളുടെ ഓരോ കുഞ്ഞു മെമ്മറീസും നമ്മുടെ ഫോണിൽ എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ കുറേ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ നമുക്ക് ഒരുപാടില്ല. കാരണം ആൽബത്തിലൊക്കെ ഉണ്ടെങ്കിലും ആൽബം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് കഴിയുമ്പോഴേക്കും ആരും ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് അതങ്ങ് കുറേയൊക്കെ പോകും. പക്ഷേ എൻ്റെ മോളുടെ എല്ലാ ഫോട്ടോസും എൻ്റെ ഫോണിൽ വേണമെന്നും അവൾ വലുതാകുമ്പം എനിക്ക് ഇവളുടെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കണമെന്നും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നു. ഇത് പാല് കുടിച്ചിട്ട് കിറങ്ങിക്കിടക്കുന്നതാട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കണം. എല്ലാവരും വന്ന് ഇവളെ കാണുമ്പോൾ ഇവളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ്. എല്ലാ ഓരോരോ മൊമെൻറ്റ്സ് ഇക്കാക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം ഇക്ക ഫുൾ ടൈം വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. മോളെ കാണാത്തതിൻ്റെ വേറൊരു വിഷമം, അതിൻ്റെ പുറകിൽ പിന്നെ ഇവളെ കണ്ടതിൻ്റെ വീഡിയോ കോളിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ട് ആ ഒരു ഹാപ്പിനെസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. ഇതാണ് നമ്മുടെ ഷൂട്ടുമണി. ഇവളും ഇങ്ങനെ ബേബീനെയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവളുടെ ഉമ്മ ആ ടൈമിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് ആ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഞങ്ങൾ രണ്ടുപേരും പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ബേബീസിനെ കാണാൻ എല്ലാവരും ഒരു വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ മോൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പനി വന്നപ്പോഴേക്കും വെയിറ്റ് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ മോക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ അയച്ചു കൊടുക്കുകയാണ്, വെയിറ്റ് നോക്കുക. അപ്പോൾ അതൊക്കെ ഇതെല്ലാം ഞാൻ ഫോണിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്ക് ഇതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു പ്രത്യേക സന്തോഷമാണല്ലേ. നമ്മുടെ കുറേ സന്തോഷങ്ങളൊക്കെ നിങ്ങളിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ എനിക്ക് എത്രത്തോളം ഹാപ്പിനെസ്സിലൂടെയാണ് ഞാൻ ഇത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത്രയും സന്തോഷമാണ്.
പിന്നെ കുറേ ക്ലോത്ത്സ് ഒക്കെ കുറേ ആൾക്കാർ ഗിഫ്റ്റ് കൊണ്ട് തന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ സ്റ്റോക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഓരോ കുഞ്ഞു ഉടുപ്പുകൾ ഇട്ടാലും ഞാൻ അതെല്ലാം ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നുവെച്ചാൽ എല്ലാം ഇവൾക്ക് വേണം, ഇവളെ ഇടുന്ന എല്ലാം മാറി ഇപ്പോൾ കുളിപ്പിക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും, അതുപോലെ തന്നെ ക്രീം തേക്കുന്നത്, അവളെ കളിപ്പിക്കുന്നത്, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാം എടുത്തു വെക്കും. കാരണം അത് പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. ഇവൾ വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാം. ഇവൾക്കിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഇവളുടെ കുറേ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ഞാൻ അത്രയും വലിയ കഠിനമായി ചിന്തിച്ചു കേട്ടോ. പിന്നെ കൊച്ചുമ്മയുടെ മോളുടെ മാരേജും ആ ടൈമിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവളെ എല്ലാവർക്കും കാണാൻ പറ്റി. എനിക്കും ഇവളെ എന്നുവെച്ചാൽ എല്ലാവരും കാണിക്കാൻ പറ്റി. 7 PM to 8 PM വരെ നൈഹൂന് ഡ്രസ്സൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ കിടത്തും. ഈ പഴയ ആൾക്കാരൊക്കെ പറയും ഇങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാണ്ട് കിടത്തി കുറച്ച് കാലിട്ടൊക്കെ അടിച്ച് കിടക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് നേരം അവളെ അങ്ങനെ കിടത്തും. ഇത്രയും നാൾ വൈറ്റൊക്കെ ഉടുപ്പിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറേ കൊച്ചുമാരുടെ മോളുടെ മാരേജ് വന്നപ്പോഴേക്കും പിന്നെ ഞാൻ നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടൊക്കെ ഒരുക്കി ശുഞ്ചിരി കുട്ടിയാക്കി. അപ്പോൾ അതും എല്ലാം ഇങ്ങനെ ഫോണിലെടുത്ത് ഇക്കാക്ക് അയച്ചു കൊടുക്കും. പിന്നെ കുറേ ഇവളുടെ റീലായിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി കുറേയൊക്കെ എടുത്ത് ഞാനിങ്ങനെ വെക്കും. അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ, നമ്മുടെ മോളുടെ അല്ലേ നമുക്കിതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ കാലിട്ടടിക്കുന്നത്, ഇതൊക്കെ ഒരു സന്തോഷം. പിന്നെ പഴയ നമ്മുടെ ഇപ്പം എൻ്റെ ഫോട്ടോസൊക്കെ പണ്ട് കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിക്കും ഫോട്ടോസൊക്കെ കാണിക്കും. അപ്പോൾ 1-2 ഫോട്ടോ, അതിൽ കൂടുതൽ ഫോട്ടോസൊന്നും ഇല്ല. കാരണം അന്നത്തെ ടൈമിൽ നമ്മുടെ പേരൻസിന് അത്രയും ഫോണിൽ അങ്ങനെ അത്ര ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. അപ്പം അവർക്ക് നമ്മുടെ ഫോണിലൊന്നും എടുത്ത് അങ്ങനെ കുറേ എല്ലാ ഫോട്ടോസൊന്നും എടുത്ത് വെക്കാനുള്ള അവർക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു വിഷമമായിരുന്നു. നമ്മുടെ മോളുടെ വരുമ്പം അങ്ങനെയൊന്നും ആവരുത്, എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണം. അവർ ചോദിക്കുമ്പം ഇപ്പം എൻ്റെ മോള് ആ ഒരു ജനിക്കുന്ന ആ ഒരു ടൈമിലുള്ള മൂമെൻറ്റ്സ് ഒക്കെ ഇവളെ കാണിക്കുമ്പോൾ ഇവക്കൊരു പ്രത്യേക അഭിനയം, ഞാനിങ്ങനെ ആയിരുന്നു, അവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ആവും എന്തായാലും, ഉറപ്പായിട്ടും. കാരണം അവൾ ആഗ്രഹിക്കുന്ന അതൊക്കെ തന്നെ ആവും. കുറച്ച് വലുതാവുമ്പം കാണാനൊക്കെ ആഗ്രഹിക്കുന്ന അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഈ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ നൈഹൂന് റീലൊക്കെ എടുത്ത് ഇക്ക നന്നായിട്ട് എഡിറ്റ് ചെയ്യും. അപ്പം ആ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നൈഹൂൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നൈഹൂൻ്റെ കുഞ്ഞിലത്തെ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, സെറ്റിയിൽ ഇരുന്നിട്ട് കുറേ നേരം കാലിട്ട് അടിക്കുന്നതാണ്. കുറച്ച് നേരം നൈറ്റിലൊക്കെ വന്നിട്ട് എല്ലാവരും കൊണ്ട് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ കൊണ്ട് സേഫായി കൊണ്ട് ഇരുത്തും. അപ്പോൾ ഇങ്ങനെ നോക്കി ഇരിക്കും. ഭയങ്കര സന്തോഷം അവൾക്ക്. അവൾ പിന്നെ അങ്ങനെ എല്ലാവരും ചിലരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാര്യം അങ്ങനെ ഒന്നുമില്ല, ആരുമായിട്ട് അവൾ അഡാപ്റ്റ് ആവും. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അവൾക്കില്ല. 90 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ അങ്ങോട്ടേക്കായപ്പം ഇക്കാൻ്റെ ഉമ്മാനെ എല്ലാവരും കണ്ടപ്പം അതും കുഴപ്പമില്ല, അവൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു ആദ്യം കാണുമ്പോൾ ഇങ്ങനെ അങ്ങനത്തെ ഉള്ളൂ. പിന്നെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കളിയും ചിരിയും സന്തോഷം, എവിടാണോ അവിടെ ഓക്കെ. അങ്ങനെയാണ് അവള്. എല്ലാവരും നോക്കി ചിരിക്കുന്ന കണ്ടില്ലേ കള്ളിപ്പെണ്ണ്, ചിരിച്ചുന്ന കണ്ടില്ലേ. ഈ ടൈമിലൊക്കെ അവള് കുറച്ചും കൂടെ ഒരു ബിഗായി. അപ്പം എനിക്ക് നോക്കാൻ പാടുന്നൊന്നുമല്ല, നല്ല കരച്ചിലാണ്. നൈറ്റിലൊക്കെ നല്ല കരച്ചിലാണ്, നല്ല ഫീഡിങ് കൊടുക്കണം. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മുടെ മോളല്ലേ. പിന്നെ ഇക്ക 6 months കഴിഞ്ഞപ്പോൾ ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേണ്ട. കാരണം ഇക്കായിട്ടായിരുന്നു ഫുള്ള് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലും പരിപാടിയൊക്കെ. പിന്നെ ഞാൻ വിട്ട് കൊടുത്തേച്ചു ഇവരെ. കാരണം ഇവർ പാവങ്ങൾ, നമ്മൾ കുറേ മെമ്മറീസൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവരെടുത്തോട്ടെ എന്ന് ഓർത്തു. ഞാൻ അപ്പം എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വന്നത്. ആ ടൈമിലൊക്കെ ഇവർ ഭയങ്കര സെൽഫിയും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇവക്ക് പിന്നെ ആ പുതിയ കാരണം ഇപ്പം ഇത്ര നാൾ കാണാതിരുന്നിട്ട് കണ്ടപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ നൈഹൂന് 2 വയസ്സാറാവുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് ഒമാനിലേക്ക് എത്തുന്നത്. എവറി സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ബ്രിങ്സ് സോ മച്ച് ജോയ്. കാരണം അത്ര എനിക്ക് പറയാനുണ്ട് കേട്ടോ. 4 days കഴിഞ്ഞാൽ നൈഹൂൻ്റെ ബർത്ത്ഡേ ആണ്, 2 വയസ്സ് തികയുന്നതിൻ്റെ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.